ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു LED TV അല്ലെങ്കിൽ സ്മാർട്ട് TV കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്ന മെയിനായിട്ട് വരുന്ന അലൈൻമെൻറ്റ് ടൈപ്പ്, അതായത് അഡ്ജസ്റ്റ്മെൻറ്റ് ടൈപ്പ് വരുന്ന സ്റ്റാൻഡാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ സ്റ്റാൻഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് ആദ്യമേ തന്നെ നോക്കുക, ഒരു ഹെവി ഡ്യൂട്ടി ടൈപ്പ് തന്നെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ അത് സപ്പോർട്ട് ചെയ്യുന്ന കപ്പാസിറ്റി ഉണ്ടാകും, 31 കിലോ വരെ നമുക്ക് അതിൻ്റെ ലോഡിങ് കപ്പാസിറ്റി ഓക്കെയാണ്. അപ്പോൾ നമ്മൾ TV നോക്കുക, TVയിൽ നോക്കിയതിന് ശേഷം TVക്ക് ഒരു വെയിറ്റ് ഉണ്ടാവും, അതായത് നമ്മൾ ഏത് TV ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൂടെ കൊടുത്തിരിക്കുന്ന Acerൻ്റെ TV ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 4K Acerൻ്റെ അൾട്രാ HD 4K TV ആണ് കൊടുത്തിരിക്കുന്നത്. 43 ഇഞ്ചാണ്, അതായത് 43 ഇഞ്ചാണ് വരുന്നത്. നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ടൈപ്പ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊജക്ഷൻ, അതായത് നമുക്ക് എവിടേക്കെങ്കിലും ചെയ്ത് കോർണറിലേക്കൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതായത് അഡ്ജസ്റ്റബിൾ ടൈപ്പ് നമ്മൾ സ്റ്റാൻഡ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഫിക്സഡ് ആയിട്ട് വരുന്ന വാൾ ബ്രാക്കറ്റ് വരുന്നുണ്ട്, അതും യൂസ് ചെയ്യാം. നമുക്കിത് വരുന്നത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് 3 സ്റ്റെപ്പാണ് വരുന്നത്. 3 സ്റ്റെപ്പ് എന്ന് ഉദ്ദേശിച്ചാൽ നമുക്ക് TV ഫ്രണ്ടിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരടിയോളം നമുക്ക് ഫ്രണ്ടിലേക്ക് നീക്കിയിടുവാൻ സാധിക്കും. അതായത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു കോർണറിലാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെ ഫിക്സഡ് അല്ല, നമുക്ക് പല പൊസിഷനിലേക്ക് തിരിച്ച് വയ്ക്കണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, നമ്മുടെ TVക്ക് അനുസരിച്ച് ഒരു ഹെവി ഡ്യൂട്ടി തന്നെ ആയിരിക്കണം. TV നമ്മൾ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിച്ചിട്ട് സ്റ്റാൻഡ് നമ്മൾ കുറഞ്ഞത് വാങ്ങിക്കരുത്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കണം. അല്ലെങ്കിൽ സ്റ്റാൻഡ് സ്ട്രോങ് അല്ലെങ്കിൽ ഒടിഞ്ഞു പോകാനും അതുപോലെ തന്നെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഉറപ്പിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൻ്റെ അകത്ത് 6 സ്ക്രൂ ആണ് വന്നിരിക്കുന്നത്. അത് ഇങ്ങനെയാണ്, ഈ ലെവലിലാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. അപ്പോൾ ആദ്യമേ തന്നെ ഉറപ്പിക്കുന്ന സമയത്ത് നമുക്ക് 6 സ്ക്രൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു മിനിമം ഒരു 6 എണ്ണം കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് കൂടാതെ തന്നെ നമുക്കൊരു മിനിമം ഒരു 4 എണ്ണമെങ്കിലും നമ്മൾ മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം. അപ്പോൾ ഇതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ കണ്ട ഇതാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യമേ തന്നെ നമ്മൾ TVയുടെ ബാക്ക് സൈഡ് നോക്കി അതിൻ്റെ കറക്റ്റ് അലൈൻമെൻറ്റിൽ കിട്ടാവുന്ന 4 സ്ക്രൂകൾ നമുക്ക് സെലക്ട് ചെയ്യണം. അത് നമുക്ക് അതിലേക്ക് കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന സ്റ്റാൻഡ് വരുന്നത്. ഇതാണ് നമ്മുടെ TVയുടെ ബാക്കിലേക്ക് വരുന്ന എൻഡ് വരുന്നത്. ഇത് നമ്മൾ ഈ പറയുന്ന നേരെ ഭിത്തിയിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രില്ല് ചെയ്തിട്ടാണ് ഉറപ്പിച്ച് ക്ലിയർ ചെയ്ത് ഓക്കെ ആക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ളൂ, നമ്മൾ ആദ്യമേ തന്നെ ഉറപ്പിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്തിട്ട് സ്പിരിറ്റ് ലെവലിൽ വേണം നമുക്ക് ഈ പറയുന്ന, അതായത് കറക്റ്റ് സ്പിരിറ്റ് ലെവൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ സ്റ്റാൻഡ് ഉറപ്പിക്കാൻ. അല്ലെങ്കിൽ ഇത് സംഭവിക്കുന്നത് വെച്ചാൽ TV ഒരു സൈഡിലേക്കൊക്കെ ചരിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ശ്രദ്ധിക്കണം, ചില സ്റ്റാൻഡുകളും നമ്മൾ ഈ പറയുന്ന ലെവലിൽ സ്പിരിറ്റ് ലെവലിൽ വെച്ചാൽ പോലും ചില സ്റ്റാൻഡുകൾ നമ്മൾ പ്രൊജക്ഷൻ വരുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് ചരിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്രയേ ഉള്ളൂ, ഏറ്റവും ആദ്യമേ തന്നെ അതിൻ്റെ സ്റ്റാൻഡ് കറക്റ്റ് സ്പിരിറ്റ് ലെവലിൽ മാർക്ക് ചെയ്യുക, അതിനുശേഷം ഡ്രില്ല് ചെയ്യുക. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് 10 mm ഫിഷറാണ്. കമ്പനി തരുന്നത് ഇപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഫിഷറായിരിക്കും വരുന്നത്, 8-ൻ്റെയും 6-ൻ്റെയും ഏരിയ. അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 10 mm ഉപയോഗിച്ചതിന് ശേഷം 10 mm ഉപയോഗിക്കുക. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെ സ്ക്രൂ ടൈപ്പ് വരുന്നുണ്ട്. സ്ക്രൂ വരുന്നത് നമുക്ക് 3 ഇഞ്ച് സ്ക്രൂ എങ്കിലും മിനിമം നമ്മൾ ഉപയോഗിക്കുക. 3 ഇഞ്ച് 2 ഇഞ്ച് അതിന് താഴേക്ക് ഉപയോഗിക്കരുത്, കാരണം അത്രയും വെയിറ്റ് വരുന്നതാണ്. ഉണ്ടാകും ഈ പറയുന്ന ഹോളുകളെല്ലാം അടിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം ഡ്രില്ല് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ പറയുന്ന ഈ സ്റ്റാൻഡ് നമ്മൾ കറക്റ്റ് ചെയ്ത് വാൾമ ഉറപ്പിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് TV കൈകാര്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത്രേ ഉള്ളൂ, നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് സ്പിരിറ്റ് ലെവലിൽ വേണം നമ്മൾ ഈ പറയുന്ന ഹോളുകളെല്ലാം അടിച്ച് ക്ലിയർ ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ ഈ പറയുന്നതാണ്, ഇതാണ് 10 mm ഫിഷർ വന്നിരിക്കുന്നത്. ഇതുപോലത്തെ നല്ല ഹൈ ക്വാളിറ്റി തന്നെ ഉപയോഗിക്കുക. പിന്നെ സ്റ്റീലിൻ്റെ സ്ക്രൂകൾ തന്നെ ഉപയോഗിക്കുക, കാരണം കുറേ നാൾ കഴിയുന്ന സമയത്ത് തുരുമ്പ് കാര്യങ്ങൾ വരാതിരിക്കുന്നതിനും പിന്നെ എന്തെങ്കിലും അഴിച്ചെടുക്കുന്ന ആവശ്യം വന്നാൽ പോലും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുന്ന വാഷും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് വാഷ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരെ സ്പിരിറ്റ് ലെവലിൽ വേണം നമുക്ക് ഈ സ്റ്റാൻഡ് ഉറപ്പിക്കാനായിട്ട്. കാരണം ഇതെല്ലാം ചെയ്തതിന് ശേഷം TV ചരിഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ ആദ്യമേ തന്നെ സ്പിരിറ്റ് ലെവലിൽ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഇത് കറക്റ്റ് ചെയ്ത് ഓക്കെ ആക്കി കഴിഞ്ഞ് യാതൊരു വിഷയമില്ലാതെ നല്ല സ്ട്രോങ് ആയിട്ട്, ഇതിപ്പോൾ നമ്മൾ 6 സ്ക്രൂ കൊടുത്തിട്ടുണ്ട്, കാരണം 4 എണ്ണം 10 mm ഫിഷറും സെൻറ്ററിൽ 6 mm ഫിഷർ. അപ്പോൾ നല്ല ഹൈ സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ഇതിൻ്റെ അകത്ത് നമ്മൾ 14 ഇഞ്ച് തൊട്ട് 45 ഇഞ്ച് വരെ നമ്മൾ ഈ സ്റ്റാൻഡിൽ പിടിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, എന്നാലേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കും. തീർച്ചയായിട്ടും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.